ഇന്നലെ മലയാള അച്ഛൻ എന്നാലും വലിയ സംസ്കൃത പണ്ഡിതന്മാരിവിടെ ഉണ്ട്, നമ്മുടെ ആലപുരം കരയിലുണ്ട്. എന്നിട്ട് നമ്മളെ ഒരു ആലപുരം കര ഏറ്റെടുത്ത പോലെ. അപ്പം എന്നെക്കൊണ്ട് കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം മലയാളം അക്ഷരം എല്ലാം പറയിപ്പിച്ച് ബാക്കിയുള്ളവർ എഴുതി അങ്ങനെയൊക്കെ ഒരു ബഹുമതി, ഒരു സ്ഥാനം ഈ ആലപുരം കരക്കാർ എനിക്ക് തന്നിട്ടുണ്ട്. പഠിക്കാൻ പോയതുകൊണ്ടുള്ള പഠിക്കാനല്ലേ ഗുണമാണ്. കാരണം 10 ജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമേ ഇവിടെ ഇവിടുത്തെ മാനേജർ രാമേട്ടൻ എന്ന് പറയും. ഞങ്ങൾ രാമനുണ്ണി എന്ന പേര്, ഞങ്ങളെല്ലാവരും രാമേട്ട എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു അമ്മച്ചി 10 പാസ്സായി പാസ്സായതുകൊണ്ട് രാമേട്ടന് ഭയങ്കര സന്തോഷമായി. അപ്പം എന്നോട് ഇങ്ങനെ അക്ഷരം പറഞ്ഞു കൊടുക്കാൻ വരാവോ ഇല്ലോ എന്ന് ചോദിച്ചായിരുന്നു. ഈ കുഞ്ഞു കുട്ടികളെ എഴുതുന്നവർക്കോ? പിന്നെ എഴുതുന്നവർക്കയ്യോ എന്നല്ല ഞാൻ പറഞ്ഞു, ഇവിടെ സംസ്കാരം വലിയവരൊക്കെ എഴുതും, ഞങ്ങളെല്ലാവരും എഴുതും. എത്ര പ്രായം ചെന്നോടും ആദ്യം അവർക്ക് നന്ദി ഞങ്ങളെ കണ്ടറിയാവുന്നവരങ്ങനെ എല്ലാ ദേവിയുടെ സംസ്കൃതമൊക്കെ അങ്ങനെ എഴുതി പഠിക്കാറുണ്ട്, എഴുതാറുണ്ട്. അപ്പം അങ്ങനെ ഈ വലിയവർക്ക് ഒരക്ഷരം ദേവിയുടെ മുമ്പിൽ വെച്ചാൽ മലയാളമായി എന്ന് പറഞ്ഞു കൊടുക്കാവോ ഇല്ലയോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം എനിക്ക് ആദ്യമേ ഒരു ചോദിച്ചാൽ എന്നോടും അറിവും ഞാൻ പറഞ്ഞില്ലേ രാജത്തിനൊക്കെ സംസ്കൃത പണ്ഡിതന്മാരാണ്. അവരൊക്കെ മുമ്പിൽ വെച്ച് നമ്മൾ സർക്കാർ അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്കതൊരു ഇതായിപ്പോയി. പിന്നെ ഞാൻ ഓർത്തു, ദേവിയുടെ മുമ്പിൽ വെച്ചല്ലേ ആവശ്യപ്പെട്ടത്. ദേവി പോകാനായിട്ട് യാത്ര. അപ്പോൾ ദേവിയുടെ നമ്മൾ നിഷേധിക്കുന്നത് പറ്റിയല്ലോ, ദേവിയാണല്ലോ എന്നോർത്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമേ ഒരു അംഗീകാരം ഈ ആലപുരം കരയെന്ന് എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിപ്പോൾ എല്ലാ സംസ്കൃതമൊക്കെ പഠിക്കാനൊക്കെ പുസ്തകം പഠിച്ചു വരുന്ന പങ്കെടുക്കുന്നു. ഇന്നലെ ഞാൻ പൂജയെടുപ്പിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, രാമേട്ട പുസ്തകത്തിൻ്റെ അത് കുറേയൊക്കെ ഒത്തിരി പുസ്തകം വേണ്ടി വരുമല്ലോ പഠിക്കാൻ. അത് കുറച്ച് വന്നിടത്തോളം പുസ്തകമെല്ലാം കൊണ്ട് പൂജയ്ക്ക് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബില്ല് മേടിച്ചോണ്ട്, അപ്പോൾ കുറേശ്ശെ വരുന്നതിൻ്റെ ബില്ല് മേടിച്ചോണ്ട് പുസ്തകം എന്നാൽ അവർ പറഞ്ഞാലും വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ പുസ്തകം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു, പുസ്തകത്തിൻ്റെ പൈസ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഈ ആലപുരം കരയാ എൻ്റെ ആൾക്കാർ എന്നെ പഠിപ്പിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നുകൂടെ പറഞ്ഞു ചേച്ചി? ആലപുരം. ആലപുരം. ആലപുരമാണിത്, ഇത് ആലപുരമാണ്. ഓ ശരി. എൻ്റെ നാട് ആലപുരം. പിന്നെ ചേച്ചി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുമായിരുന്നു? 10ാം ക്ലാസ് ഒക്കെ ഇപ്പോഴാണോ പഠിച്ചത്? അല്ല, ഞാൻ 2019. ഓ അത് ശരി. അതിന് മുമ്പ്, അതായത് ഒത്തിരി നാൾ മുമ്പ് തൊഴിലുറപ്പ് കൂലിപ്പണി ചെയ്യും. ഞാൻ വീട്ടുവേലയ്ക്ക് പോകും, എന്ത് പണിയും ചെയ്യാൻ കയ്യാലെ വയ്ക്കും. പിന്നെ പഠിക്കണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? പഠിക്കണം എന്ന് തോന്നി. അപ്പം നിങ്ങൾ ബിസിനസ്സിന് പോയവരല്ല, പോയ വഴിക്ക് ഞങ്ങൾ നിർത്തിയതാ, അവിടെ നിർത്തിയതാ. ആണോ? ഞാൻ അതുകൊണ്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ കാണുന്ന അമ്മമാരെ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പം പണിയെടുക്കുമായിരുന്നു, വീട് നോക്കുമായിരുന്നു. അങ്ങനെ പിന്നെ മേറ്റ് സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് 10 പഠിച്ചത്. എന്ത് സ്ഥാനത്തിന്? മേറ്റ് തൊഴിലുറപ്പിൻ്റെ മേറ്റുമാരുണ്ട്. ഓ അതിന് വേണ്ടിയാണ് 10ാം ക്ലാസ് പാസ്സാവുന്നത്, എഴുതുന്നത്, 10 എഴുതുന്നത്. തൊഴിലുറപ്പിലെ ഞങ്ങളുടെ മേറ്റ് തന്നിട്ട് അവരെന്നെ കണ്ടുതന്നെ വിളിക്കണം. കണ്ടുതന്നെ 10 പാസ്സായാലും നിനക്ക് മേറ്റായിട്ട് ഇരിക്കണമെങ്കിൽ 10 വേണമെന്നും പറഞ്ഞുകൊണ്ട് അവൾ നിർബന്ധിച്ചിട്ടാണ് എഴുതിയത്. മേരി ജോസഫ് എന്നാണ് അവിടെ വേണം. അവൾ നിർബന്ധിച്ചിട്ടാണ് 10 എഴുതിയത്. 10 എഴുതിയിട്ട് വന്നപ്പം പ്രായം കഴിഞ്ഞവരെ എടുക്കണില്ല, 60 വയസ്സുകാർ. അത് എന്നിട്ട് ഒരു പണിക്ക് ഇപ്പോൾ ഈ തൊഴിലുറപ്പിലാണല്ല, ഈ ഫോണിലാണേലും ജോലിയൊക്കെ വന്നത് 45 വയസ്സാണല്ലോ. അപ്പോൾ അതനുസരിച്ച് ഇനി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഈ 10 ക്ലാസ്സായിട്ടും നമുക്ക് ഒത്തിരി ഇത് കിട്ടുക. നമുക്കൊത്തിരി എന്താണെന്ന് പറയണം, ഈ അമ്മച്ചി 10 പാസ്സായല്ലോ, 10 പാസ്സായല്ലോ, ഇത്രയും പ്രായമായിരുന്നു. അതൊത്തിരി ഒരു സന്തോഷമൊക്കെ ആയിരുന്നു അല്ലേ? പിന്നെ 10 പാസ്സായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോൾ ഞാൻ പറയുമായിരുന്നു,
പണ്ട് പഠിച്ചു നടന്ന കാലങ്ങൾ ഒന്നും കൂടെ വന്നെങ്കിൽ അടിച്ചു. അപ്പം അതൊക്കെ ആസ്വദിക്കാനും ഒക്കെ കൂടെ കൂടിയാണ് 10 പാസ്സായത്. അതുപോലെ പിന്നെ അങ്ങനെ ഇങ്ങോട്ട് പുള്ളി കളിച്ച് നടക്കാമല്ലോ പഠിക്കാൻ. അത് ശരി. അപ്പൊ എങ്ങനെ ഇപ്പൊ ഇവിടുന്ന് പോകുന്നേ? ബസ് വരും കോളേജിന്റെ ബസ്സിനാണ് പോകുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ വളവ് എടുത്ത് തിരിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഞാൻ അന്ന് വീഡിയോ കണ്ടതില്ലേ ചേച്ചിയല്ലേ ഇത്. ഞാൻ ചേച്ചി എൻ്റെ കൂടെയുള്ള ചേച്ചിയോട് പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് എറണാകുളത്ത് ഒരു ക്ലാസ്സിന് പോവാം. ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട്. അപ്പോൾ അതിനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവാറാന്നിന്ന്. അന്നേരം കണ്ടതുകൊണ്ട് നിർത്തിയതാണ് ഇടയ്ക്ക്. റാന്നിയിൽ ഏതാന്ന് പറയാം, ഞാൻ ഈ വീട്ടുപണിക്കൊക്കെ പോകുമായിരുന്നു. റാന്നിയിൽ 12-ാം മൈലിലൊരു വീട്ടിൽ ഞാൻ പണിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാനെല്ലാം എനിക്ക് എന്ത് പണിയും ചെയ്യും. പണി എടുക്കുന്നതിൽ എനിക്കൊരു അഭിമാനക്കുറച്ചിലില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് വീട് നോക്കിയായിരുന്നു. ശരി, ഇപ്പം പിന്നെ കഷ്ടപ്പാടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിന് പോകാതെ ഇരിക്കാനും മേല. ഇപ്പം ഞാനെപ്പോഴും പറയും ഇട്ടേച്ചും മേലെ കൊത്തിക്കൊണ്ടും മേലാതെ എനിക്ക് പോകാനും മേലാതെ. ഇത് തുടങ്ങിയതല്ലേ ഉള്ളൂ. 3 വർഷം നിൽക്കാൻ പഠിക്കണം. ഈ വർഷമാണോ പഠിക്കാൻ ജോയിൻ ചെയ്തത്? അത് പ്ലസ് ടു പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ ഓർമ്മയിലൊക്കെ നിൽക്കുന്നുണ്ടോ? ഓർമ്മയില്ല. ഇംഗ്ലീഷ് എനിക്ക് ഒന്നും ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണ്. ദേവിയോട് എന്നാ പറയണ്ടെന്ന് പോലും അറിയില്ല. ഇംഗ്ലീഷ് എനിക്കൊട്ടും അറിയത്തില്ല. അല്ലാത്തതൊക്കെ പിന്നെയും നമ്മൾ ഓപ്ഷനുള്ള കാരണം തട്ടിമുട്ടിയൊക്കെ ജയിക്കാവുന്നൊരു ദണ്ടേടം ഉണ്ട്. പിന്നെ നമ്മൾ ഇച്ചിരി കൂടെ ശ്രദ്ധിച്ച് പ്ലസ് ടുവിനെന്ന് പറയുമ്പം പ്ലസ് ടുവിൻ്റെ പഠിത്തം അല്ലല്ലോ ഇതിന് വരുന്നത്. പ്ലസ് ടുവിനെന്ന് പറഞ്ഞപ്പം നമ്മൾ ഇംഗ്ലീഷൊക്കെ നമ്മളൊരു പോയം അല്ലെങ്കിൽ ഒരു കഥയോ അല്ലെ ഒരു യാത്രാ വിവരണത്തിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മറി എഴുതാനൊക്കെ ഉള്ളൂ. അത് ഇന്നയാളെഴുതി അതിൻ്റെ കഥ ഇന്നതാണ്, അല്ലെങ്കിൽ ഒരു യാത്രാ വിവരമാണ് ഇന്നിടത്താണ് പോയത്, അത് ബ്യൂട്ടിഫുള്ളായിരുന്നു, അങ്ങനെയൊക്കെ കുറച്ച് എഴുതിയൊക്കെ വെച്ചാൽ അതുപോലെ കുറച്ചും കൂടെ 8 വരെ. ഇതല്ല നോക്കിയിട്ട് എനിക്കത് എന്താണെന്ന് പുസ്തകം പിടിച്ചിട്ട് പോലും മനസ്സിലാകുന്നില്ല. അത് ഇന്നലെ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു. ടീച്ചർ പറഞ്ഞപ്പോൾ ഞാനൊക്കെയും ലാസ്റ്റാണ് ചെന്നു. ഞാൻ 1 മാസം ആയുള്ളൂ ജോയിൻ ചെയ്തിട്ട്. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? വിസാറ്റ്. ഏത് സ്ഥലത്താണ് അത്? അത് നെല്ലൂർ പാറ. നെല്ലൂർ പാറ. കൊച്ചുമക്കൾ ഇന്നലെ മകളെ വിളിച്ചപ്പോൾ മകള് പറഞ്ഞ അമ്മച്ചിയമ്മയും കൊച്ചുമക്കളും കൂടി ഒന്നിച്ചാണല്ലോ പരീക്ഷ എഴുതുന്നത്. ഒരാൾക്ക് നേഴ്സിങ്ങിൻ്റെ പരീക്ഷ, വെല്ലുമ്മച്ചിക്കും ബികോമിൻ്റെ പരീക്ഷ. ഇരിക്കുകയാണെന്നൊരു എല്ലാവർക്കും താല്പര്യമായി. എല്ലാവർക്കും ആരും എതിര് പറയുന്നില്ല. അപ്പം ഇന്നിപ്പം 19-ാം തീയതി പേരൻസ് മീറ്റിംഗ്. മകൻ ഞാൻ പറഞ്ഞു, എടാ ഇതൊന്ന് ഒപ്പിട്ടതാ, ഇന്ന് പേരൻസിൻ്റെ ഒപ്പ് മേടിച്ചോണ്ട് ചെല്ലണമെന്നാണ് ഒരു കടം തന്നിട്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞു, രാവിലെ പറഞ്ഞാൽ നിനക്ക് പോകാൻ തിരുത്തിയാ നീ എന്നെ ഒറ്റയെടുക്കും, അതുകൊണ്ട് ഇതേ ഒപ്പിട്ട് തരാൻ പറഞ്ഞു. ഒപ്പിട്ട് തന്നു. അപ്പൊ അവന് രാവിലെ ഒക്കെ കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോ അവൻ പറയണേ, എടാ 19-ാം തീയതി എനിക്ക് വരാൻ പറ്റിയല്ലേ അമ്മയുടെ പേരൻസ് മീറ്റിങ്ങിന് പോകണം. അങ്ങനത്തെ രസമൊക്കെയാണ്. അതെല്ലാം മക്കളൊക്കെ സപ്പോർട്ട് ഉണ്ടോ? അയ്യോ അതല്ലേ ഒരു ഭാഗ്യമാണ്, നമുക്ക് കിട്ടാത്ത ഭാഗ്യം ഇപ്പം കിട്ടിയെന്നങ്ങനെ. കിട്ടാത്തൊരു ഭർത്താവ് എന്ന് പറയുമ്പോൾ മരിച്ചൊന്നും പോയില്ലെങ്കിലും ഭർത്താവിൻ്റെ കൂടത്തില്ല. പണ്ടിങ്ങനെ ഞങ്ങൾ പ്രസ് ക്ലബ്ബിൽ വെച്ച് ഭർത്താവ് എന്തെങ്കിലും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭർത്താവ് കൂടത്തിലില്ലെന്നൊന്ന് പറഞ്ഞു പോയി. അതിന് അവർ പറഞ്ഞു മരിച്ചു പോയി. പിന്നെ ഉള്ളവരോടെല്ലാം ഞാൻ പറയുന്നു മരിച്ചിട്ടൊന്നുമില്ല. ഒരു കാലത്ത് എൻ്റെ മക്കൾ എന്നോട് ചോദിക്കുകയല്ലോ, അമ്മ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ എന്തിനാണ് മരിച്ചു പോയത്? ഒരുമിച്ച് ഇതുവരെ ആയിട്ടില്ല. അതിൻ്റെ ഉള്ള രേഖകളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ DC ഒന്നും കിട്ടിയിട്ടില്ല. അത് ഈ ആഴ്ച കിട്ടുമായിരിക്കും. സ്റ്റൈഫൻഡ് മേടിച്ച് തരാമെന്ന് അഭിപ്രായത്തിൽ പറഞ്ഞത്.
ഞങ്ങൾ വേറെ വരുന്നത് 95 വേറെ വരുന്നു 1995 10-20 വർഷം മുമ്പ് 25 വർഷമായി. ഇതെങ്ങനെ ഉണ്ടോ ആള്? ഉണ്ട് 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 ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ ഭർത്താവ് എന്ന് ചോദിച്ചപ്പോൾ കാണുമോ വല്ലതും ചെയ്യാമോ? ഞാനെപ്പോഴും പറയുന്നു എനിക്കൊരു പ്രത്യേക സ്വഭാവത്തിൽ ഇരുമ്പില്ലാത്ത കുപ്പായ നമുക്ക് ആവശ്യത്തിന് മിടുക്കിയായി ബികോം പാസ്സായി ആവശ്യമില്ലാത്ത ഞങ്ങൾക്കൊക്കെ അഭിമാനമായി തീരട്ടെ. സ്ത്രീകളുടെ അഭിമാനമായി. അഭിമാനം അല്ല എനിക്കെൻ്റെ ഞാൻ ഈ കടക്കാർക്ക് കൊടുത്തൊരു വാക്കുണ്ട്, എൻ്റെ കോളേജിന് കൊടുത്തൊരു വാക്കുണ്ട്, എൻ്റെ വീട്ടുകാർക്ക് കൊടുത്തൊരു വാക്കുണ്ട്, എൻ്റെ കുടുംബം എൻ്റെ അയൽവക്കത്തുകാരൊക്കെ എന്നും പറഞ്ഞു. ഞാൻ +2 എഴുതുന്നത് മാതൃഭൂമി പത്രക്കാർ വന്നു ഫോട്ടോ എടുത്തപ്പം ഞങ്ങളുടെ അടുത്തുള്ള അവരെന്നെ ഇപ്പോൾ ഇവിടെ വണ്ടിയെ കൊണ്ട് ഓട്ടോയെ കൊണ്ട് ഇവിടെ ഇറക്കിയേച്ച് പോയത്. അന്നേരം അവർ ആ പെണ്ണ് പറഞ്ഞതാ ഈ എഴുകാമല എന്നാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. എഴുകാമല തമിഴ്നാടിനെ കൊണ്ട് ഇഷ്ടമാകട്ടെ എന്നാണ്. അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ. അങ്ങനെ തന്നെ ആവട്ടെ. അത് തന്നെയല്ല ഞങ്ങളുടെ അമ്പലം ഒക്കെ ഈ ദേവിയും ദേവൻ്റെ ഇവിടെയൊക്കെ ഞങ്ങളുടെ പരിപാടി ഇവിടെ ഉത്സവത്തിന് ഞങ്ങളുടേതായ ഒരു പ്രത്യേകത ഒരു ഞങ്ങളുടെ മുടിയാട്ടം കളി ഞാൻ എസിയ. അതുപോലെ എൻ്റെ വീട് എടക്കോലി, രാമപുരം വെള്ളിലാപ്പുള്ളി വില്ലേജ്, രാമപുരം പഞ്ചായത്ത്, മീനച്ചി താലൂക്ക് ഒക്കെയാണ്. ചക്കാമ്പുഴ ഇടക്കോലി. ചക്കാമ്പുഴയാണോ? ചക്കാമ്പുഴന്ന് കുറച്ചുകൂടി അങ്ങ് മാറണമെന്നേ ഉള്ളൂ. ഇടക്കോലി എന്നാണ് പറയുന്നത്, ചക്കാമ്പുഴയെന്നും പറയും. ഇടത്തോലിയോ? അവിടെയുണ്ട് വീട്. ഇവിടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടി ഭയങ്കര ഒരു ആദരവ് തന്നെയായിരുന്നു. ഇങ്ങനെ പഠിക്കുന്നതിനോ? ഞാൻ +2 പാസ്സായി. സാരിച്ചാറ്റിന്ന് കാൽമാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു വീട്ടുകാർ. ചേച്ചിയുടെ നവതിയായിരുന്നു. അപ്പോൾ അതും എൻ്റെ ചേച്ചിക്ക് എത്ര വയസ്സായി? ചേച്ചിക്ക് 90. അല്ല, എനിക്ക് 74. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നുന്നു. തോന്നുന്നു അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നല്ലത് സുഖമാണ്. അതെ 10 അതെ +2 ഒക്കെ നല്ല ഇതായിട്ടാണ്. കൂട്ടുകാരും നമ്മുടെ സമപ്രായക്കാരായ കൂട്ടുകാരും ഒക്കെ ആയിട്ട് നമുക്ക് കൊച്ചു പിള്ളേർ ഇപ്പം അതിലുമാണ്. ഇപ്പോൾ കൊച്ചു പിള്ളേരാണ്, കൊച്ചു പിള്ളേരുടെ കൂട്ടാണ്. അവരാണെങ്കിലും ഒന്ന് പോകുമ്പോൾ അമ്മ വെള്ളം കിടക്കും, അമ്മ എന്നും പറഞ്ഞ് കയ്യെ പിടിച്ചാൽ അതുങ്ങളെന്നെ കൊടുക്കാൻ അതിൻ്റെ ഒന്ന് വേദയാണ്. നമുക്ക് പാട് ചേച്ചി ഞങ്ങൾ എടുത്ത് ഏത് നിൽക്കണം.